ഹലോ എവരി വൺ, എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്, ബിടെക് സിവിൽ എഞ്ചിനീയറാണ്. നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കെ സ്മാർട്ടിലുള്ള ലെയറുകളിൽ ബ്ലോക്കുകൾ എഡിറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ചില ലെയർ നമുക്ക് ഒരെണ്ണേ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ബ്ലോക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകൾ സൃഷ്ടിക്കുക എന്നതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക്. നമുക്കിപ്പോൾ ഒരു പ്ലോട്ടിൽ 4 or 5 ബിൽഡിങ്ങുകൾ ഉണ്ടാവും. എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് 1, 2, 3, 4, 5th നമുക്ക് പ്രപ്പോസ്ഡ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് എല്ലാ ബ്ലോക്കുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യേണ്ടി വരുന്നു. ആ സമയത്ത് നമുക്ക് ബ്ലോക്കുകൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നതാണ്, എഡിറ്റ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമ്മളെ ലെയർ മെട്രിക്സിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് എന്നുള്ള ലെയർ ഇവിടെ ഒരെണ്ണം കാണാം. ഞാൻ കുറച്ച് മൂവ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നതാണ്. അത് ഞാൻ മൂവ് ചെയ്ത് കുറച്ച് സൈഡിലോട്ടൊക്കെ മാറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്കിൽ നമുക്ക് ഒറ്റ ലെയറേ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ബ്ലോക്ക് 2 to ബ്ലോക്ക് 1 ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് 3 to 1, അതുപോലെ തന്നെ ബ്ലോക്ക് 3 to 2, ബ്ലോക്ക് 4 to 1, 4 to 2, 4 to 3 അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ബ്ലോക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ ബ്ലോക്ക് ഒന്ന് കോപ്പി ചെയ്യുന്നു. നമ്മൾ ഈ ലെയർ ബ്ലോക്ക് എന്നുള്ളത്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്സ് എന്നുള്ള ലെയർ ഞാനൊന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓട്ടോകാഡിൽ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. പുതിയ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ലെയർ ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്സ് എന്നുള്ള ലെയർ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് കാണാൻ ഞാൻ വലുതാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ലെയർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ, എൻ്റെ ഡെസ്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സൈഡായിട്ട് ഇങ്ങനെ കാണാം. എല്ലാവരുടെയും ഇങ്ങനെ ആവണമെന്ന് ഇല്ല, ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അവരുടെ അനുസരിച്ചായിരിക്കും. എന്നാൽ ഞാനിവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് ഇവിടെ കാണാം. നമ്മളിതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇവിടെ എഡിറ്റ് എന്നുള്ള ഇത് കാണിക്കാം. എഡിറ്റ് എന്നല്ല, നമ്മൾ ഓപ്പൺ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമുക്കവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ BLK 2 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, BLK 3 എന്നാക്കുന്നത്. ബാക്കിയുള്ളത് അടുത്തത് BLK 3 ആൻഡ് BLK 1. ഓക്കെ, അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളിത് ക്ലോസ് ചെയ്തു ചെക്ക് ചെയ്യുന്നു. എഡിറ്റ് ചെയ്തിട്ടുള്ള ലെയർ ഒന്ന് കോപ്പി ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ലെയർ, നമ്മളുടെ മെയിൻ ലെയർ മെട്രിക്സിൻ്റെ ലെയറില്ല, അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് എന്നുള്ള ഇതിൽ നമ്മൾ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ട്. അപ്പോൾ ആദ്യത്തെ കാണാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് 2 to ബ്ലോക്ക് 1. ഇനി രണ്ടാമത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കാണാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 1. ഇനി നമുക്ക് ഇപ്പോൾ ബ്ലോക്ക് 3 to ബ്ലോക്ക് 1, ഇനി നമുക്ക് ബ്ലോക്ക് 3 to ബ്ലോക്ക് 4 to ബ്ലോക്ക് 1 ആക്കാം. അപ്പോൾ നമുക്ക് ഇതേ സാധനം നേരത്തെ കോപ്പി ചെയ്ത് വെച്ച പുതിയ ഇതിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ലെയർ എൻ്റർ ചെയ്യുന്നു. ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്ലോക്ക് 3 എന്നാണ്. അതിൽ നമ്മൾ ബ്ലോക്ക് 3 എന്നുള്ളത് 4 ആക്കുന്നു. എൻ്റർ കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. അതിനകത്ത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ചെക്ക് ചെയ്യുന്നു, ബ്ലോക്ക് 4. നമ്മളിത് വീണ്ടും കോപ്പി ചെയ്യുന്നു. നമ്മൾ നേരത്തെ ബ്ലോക്ക് 3 to ബ്ലോക്ക് 1, അടുത്തത് ബ്ലോക്ക് 4 to ബ്ലോക്ക് 1. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ വീണ്ടും അതേ നേരത്തെ ലെയറിലേക്ക് തന്നെ പോകുന്നു. ഒന്നുകൂടി ലെയർ ഒന്ന് എൻ്റർ ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ബ്ലോക്ക് 1 നിന്ന് 4 വരെ, ഇനി 2 to 3 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 3 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ പോയിട്ട് 2 എന്ന് കൊടുക്കുന്നു.
ഓക്കെ. അതിനുശേഷം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ബ്ലോക്ക് 2 to 1, ബ്ലോക്ക് 3 to 2 അത് എൻ്റർ ചെയ്തു, സേവ് കൊടുത്തു. അതിനുശേഷം നമ്മളിത് കോപ്പി ചെയ്യുന്നു, ലെയറിലോട്ട് പോകുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കാണാൻ പറ്റും ബ്ലോക്ക് 3 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് 3 to ബ്ലോക്ക് 2. അതുപോലെ തന്നെ 2 to 4 അതേപോലെ തന്നെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ബ്ലോക്കുകൾ എഡിറ്റ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ കാണിച്ചു തരാം. അതിവിടെ കാണുന്നത് ഫ്രണ്ട് യാർഡ്, റിയർ യാർഡ്. അതിപ്പോൾ നമ്മൾ ഇവിടെ 4 ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഒരു പ്ലോട്ടിൽ ഇപ്പോൾ 5 ബ്ലോക്സ് ഉണ്ട്, 5 ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ 5ൻ്റെയും ഫ്രണ്ടും സൈഡും ഒക്കെ വേണം. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഞാൻ ബ്ലോക്ക് 4 എന്നുള്ളതിൽ ഫ്രണ്ട് യാർഡ് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ നമ്മൾ ഒരു പേജ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറൊരു പേജ് ഉണ്ട്, നമുക്ക് വേണം പുതിയ പേജ് എടുക്കാം. ഇവിടെ കൊണ്ടുപോയി നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ലെയറിലേക്ക് ഒന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും BLK4 ലെവൽ 0 ഫ്രണ്ട് യാർഡ്. അപ്പോൾ നമുക്കിനി BLK5 ലെവൽ 0 ഫ്രണ്ട് യാർഡെന്ന് വേണം. അപ്പോൾ നമ്മൾ ലെയറിന്ന് എൻ്റർ ചെയ്തു, നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്തു, ഇവിടെ പോയി BLK5 എന്ന് എൻ്റർ ചെയ്യുന്നു. അതിന് സേവ് ബട്ടൺ കൊടുക്കുന്നു. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്യുന്നു BLK5 ലെവൽ 0 ഫ്രണ്ട് യാർഡ്, കോപ്പി ചെയ്യുന്നു, നമ്മളെ ലെയറിലോട്ട് പോകുന്നു, അതിൻ്റെ സൈഡിലോട്ട് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്യുന്നു. അതിന് ചെക്ക് ചെയ്യാം BLK5 ലെവൽ 0 ഫ്രണ്ട് യാർഡ്. ഇങ്ങനെയാണ് നമ്മളുടെ ലെയർ മെട്രിക്സിലെ ലെയറുകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ബ്ലോക്കുകൾ കൂടുതൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.